أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أوفوا بالعقود സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലം, ഓസ്ട്രിയയിലെ സെന്റിനറി പാലം, പാരീസിലെയും മറ്റും പ്രസിദ്ധമായ നദികൾക്ക് കുറുകെയുള്ള ചില പാലങ്ങൾ മാധ്യമങ്ങളിൽ ഇടക്ക് വാർത്തയാവാറുണ്ട്. ആ വാർത്ത ഏറെ അതിശയിപ്പിക്കുന്നതാണ്. പരസ്പരം പ്രണയിക്കുന്നവര് അവിടെ വന്നിട്ട് ആ പാലങ്ങളുടെ കൈവരിയില് ഒരു പൂട്ടിടും. ആ പൂട്ടില് അവർ അവരുടെ പേരുകളോ ഇനീഷ്യലുകളോ എഴുതിയിരിക്കും. ആ പൂട്ട് സ്നേഹചിഹ്നത്തിന്റെ ആകൃതിയിലുള്ളതായിരിക്കും. അങ്ങനെ കൈവരിയിൽ പൂട്ടിട്ടിട്ട് ആ താക്കോല് അവര് ഒന്നുകിൽ നദിയിലേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ കാട്ടിലേക്ക് വലിച്ചെറിയും. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഇനി മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം ഈ പൂട്ടുപോലെ നമുക്കിടയിലെ പ്രണയബന്ധവും ശാശ്വതമായി നിലനിൽക്കും എന്നാണ്. ആയിരക്കണക്കിന് പൂട്ടുകൾ പാലത്തിന്റെ കൈവരിയിലിട്ട് പാലം തകർന്നു പോകുമ്പോഴാണ് അത് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ആ താക്കോലുകൾ കാട്ടിലേക്ക് എറിഞ്ഞിട്ട് അവ വിഴുങ്ങുന്ന ചില ഇനം പരുന്തുകൾ വംശനാശം വന്ന് ഇല്ലാതെയായി പോകുന്നതിനെ കുറിച്ചും ഇടക്ക് വാർത്തകൾ വരാറുണ്ട്. ഇന്ന് ഇത്തരം പൂട്ടുകൾ നമുക്ക് ആലുവ മണപ്പുറത്തിന് കുറുകെയുള്ള പാലത്തിലും മാനാഞ്ചിറ സ്ക്വയറിലെ ഇരുമ്പുവേലിയിലും കാണാം. യഥാർത്ഥത്തില് അത് ഒരു ലവ് ലോക്ക്, പ്രണയപ്പൂട്ടുകളാണ്. അവർ അതിലൂടെ വലിയ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. പിന്നെയും ആ പാലങ്ങൾ വാർത്തയിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ? പ്രണയബന്ധം പൊട്ടിത്തകർന്ന് പ്രണയ നൈരാശ്യത്താൽ ആ പൂട്ടുകളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നവരെ കാണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ചിലർ ചില പ്രതിജ്ഞകളിൽ ഏർപ്പെടുന്നു. പലപ്പോഴും ഇത്തരം പ്രതിജ്ഞകൾ അകാല ചരമമടയുന്നു. ഇന്നലെ പുതുവത്സര ദിനത്തില് നിങ്ങൾ ഇതുപോലെ വല്ല പ്രതിജ്ഞയിലും ഏർപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. ഇനി ഇങ്ങനെയായ പറ്റില്ല, ജീവിതം ഒന്നുകൂടി ചിട്ടപ്പെടുത്തണം,
ചില പ്രതിജ്ഞകളുമായിട്ട് മുന്നോട്ട് പോകണം. കാലത്തെഴുന്നേൽക്കണം, വ്യായാമങ്ങളിൽ ഏർപ്പെടണം, ഭക്ഷണക്രമത്തിൽ കൃത്യതയും നിഷ്ഠയും ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് പ്രതിജ്ഞകൾ ഒരുപക്ഷെ നമ്മളും ചെയ്യാനിടയുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാം? പുകവലി നിർത്താൻ വളരെ എളുപ്പമാണ്. ഞാൻ ഒരുപാട് തവണ പുകവലി നിർത്തിയിട്ടുണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? പുകവലി നിർത്താൻ വളരെ എളുപ്പമാണ്. ഞാൻ ഒരുപാട് തവണ പുകവലി നിർത്തിയിട്ടുണ്ട് എന്ന്. ഇങ്ങനെ സ്വയം പ്രതിജ്ഞകളിൽ ഏർപ്പെട്ട് ആ പ്രതിജ്ഞകൾ സ്വന്തത്തിന് തന്നെ ഭാരമായി മാറുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്, അല്ലേ? എന്നാലും പുതുവർഷം വരുമ്പോൾ പ്രതിജ്ഞ പുതുക്കൽ നല്ലതാണ്. അതിൽ ചിലതെങ്കിലും നടപ്പിൽ വരുത്താൻ കഴിഞ്ഞെങ്കിലും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ പ്രതിജ്ഞകൾ പലപ്പോഴും ബാഹ്യമായ, സിംബോളിക്കായ, കാൽപ്പനികമായ ചില ചിന്തകളിൽ നിന്ന് ഉണരുന്നതാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. ജനുവരി 1 ഒരു കരാറിൽ ഏർപ്പെട്ടാൽ അത് നിലനിൽക്കുമോ? അല്ലെങ്കിൽ ഒരു കരാറ് മുദ്രക്കടലാസിൽ എഴുതി ഒപ്പുവെച്ചാൽ അത് പാലിക്കപ്പെടുമോ? അതിനുമപ്പുറം ലോകരാഷ്ട്ര തലവന്മാർ ഉച്ചകോടികളിൽ ഏറെ ഗുരുതരമായ അന്തരീക്ഷത്തിൽ ഒപ്പുവെച്ചാൽ, അല്ലെങ്കിൽ രക്തത്തിൽ മുക്കിയിട്ട് എഴുതി രേഖപ്പെടുത്തിയാൽ കരാർ നിലനിൽക്കുമോ? എങ്കില് ഗസയിലെ കരാർ നിലനിൽക്കേണ്ടതായിരുന്നു, അല്ലേ? ഗസയിലെ വെടിനിർത്തൽ കരാറിന് ശേഷം 800ഓളം തവണ ആ സിയോണിസ്റ്റ് രാഷ്ട്രം കരാർ ലംഘനം നടത്തിക്കൊണ്ടേയിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിനാൽ പ്രതിജ്ഞകളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പ്രതിജ്ഞകളെ ഖുർആനുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. കേവലമായ പ്രതിജ്ഞകൾക്ക് അല്പായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനില് ഒരു സൂറ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ് എന്ന ആഹ്വാനവുമായിട്ടാണ്. വിശ്വസിച്ചവരെ, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുവിൻ. ഈ ആഹ്വാനത്തിന് ശേഷം, ആമുഖത്തിന് ശേഷം സൂറത്തുൽ മാഇദയിൽ ഹജ്ജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ നിയമങ്ങൾ, വേറെയും ഒരുപാട് കരാറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നതായിട്ട് കാണാം. ഈ ഒറ്റ വാചകത്തില് യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, വിശ്വസിച്ചവരെ നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുവിൻ, പാലിക്കുവിൻ എന്ന കരാറില് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആ അഭിസംബോധന തന്നെയാണ്. വിശ്വസിച്ചവരെ, പരസ്പര വിശ്വാസം ഉണ്ടാവണം കരാറിൽ എന്നതിനപ്പുറത്ത് പ്രപഞ്ചനാഥനിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കരാറുകൾക്ക് മാത്രമേ ശാശ്വതികത്വം കൈവരികയുള്ളൂ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കരാർ പാലനം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. സൃഷ്ടാവിനെ അംഗീകരിച്ച് ഒരു നിയമത്തെ അനുസരിക്കുക എന്ന നിലയിൽ കരാറിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അതിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരാൾ തീരുമാനം എടുത്താൽ, ഞാൻ എൻ്റെ പടച്ച തമ്പുരാനെ മുൻനിർത്തിയാണ് കരാറിൽ ഏർപ്പെടുന്നത്, പ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമ്മുടെ നാട്ടില് നിയമപാലകരുടെ ആവശ്യം ഉണ്ടാവില്ല. പോലീസും പട്ടാളവും കോടതിയും വേണ്ടി വരില്ല.
ഭരണകൂടത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറേണ്ടി വരില്ല. അത്രമാത്രം ആ കരാറിന് കരുത്തുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണല്ലോ യഥാർത്ഥത്തില് കരാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔഫു ബിൽ ഉഖൂദ്, കരാറുകൾ നിങ്ങൾ അതിനെ ഔഫു, കൃത്യതയോടുകൂടി പൂർണ്ണതയോടുകൂടിയിട്ട് അനുഷ്ഠിക്കണം എന്നാ പറയുന്നത്. ഈ കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കും? പടച്ചതമ്പുരാനുമായിട്ടുള്ള കരാറാണ്. ഞാൻ പടച്ചതമ്പുരാന്റെ ദാസനാണ്, ദാസിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കരാർ ലംഘിച്ചാൽ അത് പടച്ചതമ്പുരാനോടുള്ള കരാറാണ്, അത് മുഖേന ഞാൻ ലംഘിക്കുന്നത് എന്ന തിരിച്ചറിവ് ഒരാളുടെ കൽബിനകത്തുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുക? അതിനാൽ സകല കോൺട്രാക്റ്റുകളുടെയും മേജർ കോൺട്രാക്റ്റ്, ഏറ്റവും സുപ്രധാനമായ കോൺട്രാക്റ്റ് പടച്ചതമ്പുരാനുമായുള്ള കോൺട്രാക്റ്റാണ്. ബാക്കി എല്ലാ കോൺട്രാക്റ്റും അതിൻ്റെ കീഴിൽ വരുന്നവയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താ പടച്ചവനുമായിട്ടുള്ള കോൺട്രാക്റ്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ആ കോൺട്രാക്റ്റ്. അതിൻ്റെ അടിത്തറയിലാണ് നാം കരാറിൽ ഏർപ്പെടുന്നതെങ്കിൽ മറ്റ് എല്ലാ കരാറുകളും പാലിക്കുക എന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. വിശുദ്ധ ഖുർആനില് പാരായണം ചെയ്യും തോറും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. സൂറത്തുൽ അഅറാഫ് 172 ആയത്താണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ഇനിയും വേണ്ട വിധത്തിൽ വ്യാഖ്യാനിച്ച് തൃപ്തി വരാത്ത ഒരായത്ത് കൂടിയാണ് സൂറത്തുൽ അഅറാഫ് 172. ഒന്ന് വീട്ടിൽ പോയിട്ട് തഫ്സീറുകൾ മറിച്ചു നോക്കി ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ട് ആ കോൺട്രാക്റ്റിനെ കുറിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയാണ് ആ കരാറിന്റെ പശ്ചാത്തലം. വഇദ് അഖദ റബ്ബുക, നിന്റെ നാഥൻ സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. മിൻ ബനി ആദം, ആദം സന്തതികളിൽ നിന്ന്, മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും, അവരുടെ മുതുകുകളിൽ നിന്ന് ഇനി ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ പിറക്കാനിരിക്കുന്ന സകല സന്തതികളെയും അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. ഒന്ന്, കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. എന്താ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിൽ നിന്ന് മാത്രമല്ല, ദുനിയാവിൽ ഇനി പിറക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും മുതുകുകളിൽ നിന്ന് അവരിലൂടെ ജനിക്കാനിരിക്കുന്ന സകല സന്തതികളെയും പുറത്തെടുത്തു. എന്നിട്ടോ വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അങ്ങനെ ഓരോരുത്തരെയും സ്വയം സാക്ഷികളാക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? പടച്ചോൻ ചോദിച്ചതാണ്. എന്താ ചോദിച്ചത്? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അപ്പൊ അവിടെ ഒരുമിച്ച് കൂടിയ ആൾക്കാരില്ലേ? അതിലാരൊക്കെ ഉണ്ടാവും? നമ്മൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന മഹ്ശറില്ലേ, ആ മഹ്ശറിൽ ഒരുമിച്ച് കൂടാനിരിക്കുന്ന കോടാനുകോടി ജനപദങ്ങൾ, അവരൊക്കെയും ഉണ്ടാവും ആ ഒരുമിച്ച് കൂട്ടിയ കൂട്ടത്തില്. അപ്പൊ ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും, നമ്മുടെ വാപ്പയും വല്ലിപ്പയും ഉണ്ടാവും, അല്ലേ? നമ്മളോട് എല്ലാവരോടും ചോദിച്ചത് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അപ്പൊ എന്താ മറുപടി? നിങ്ങൾ എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവില്ല. അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നു. ഖാലു, അവിടെ ഒരുമിച്ച് കൂടിയ പുരുഷാരം മുഴുവനും ഒന്നിച്ച് മറുപടി പറഞ്ഞു, ബലാ, അതേ പടച്ചോനെ, അതിലെന്താ സംശയം? ഷഹിദ്ന,
ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പടച്ച തമ്പുരാനോട് മറുപടി പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്ന സൂറത്തുൽ അഅറാഫില് 172 ആയത്തിൽ പറയാണ്. നിഷേധിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നിഷേധിക്കാൻ തോന്നും. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ കിട്ടുന്നില്ലല്ലോ, എത്ര ആലോചിച്ചിട്ടും, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ശൈലി. എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല എന്ന് നമ്മൾ പറയും പല കാര്യവും ചോദിക്കുമ്പോൾ. അപ്പൊ അല്ലാഹു തആല ചേർത്ത് പറയുന്നുണ്ട് ഒരു കാര്യം കൂടി, അൻ തഖൂലു യൗമൽ ഖിയാമ, നിങ്ങൾ അന്ത്യനാളിൽ ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ്. എന്താ നിങ്ങൾ പറയാം? ഇന്ന കുന്ന അൻ ഹാദാ ഗാഫിലീൻ, ഈ ഒരു കരാറിനെ കുറിച്ച് ഞങ്ങൾ അശ്രദ്ധരായിരുന്നല്ലോ, എനിക്ക് ഒരു വിധത്തിൽ ഓർമ്മ കിട്ടുന്നില്ല, എത്ര ആലോചിച്ചിട്ടും എൻ്റെ മെമ്മറിയിലേക്ക് വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ നാളെ പരലോകത്ത് വെച്ച് പറയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ കരാറിനെ വിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പല ചോദ്യങ്ങൾ ഉണ്ടാകാം, യുക്തി വിചാരങ്ങൾ ഉണ്ടാകാം. അങ്ങനെ നടക്കും. ദുനിയാവിൽ പറക്കുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് നടന്ന സംഭവമാണ്. റൂഹുകളുടെ ലോകത്ത് വെച്ച് അല്ലാഹു തആല ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. തഫ്സീറുകൾ വായിച്ചാൽ പല വ്യാഖ്യാനങ്ങൾ ലഭിക്കും. ഇങ്ങനൊരു കോൺട്രാക്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ മേജർ കോൺട്രാക്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലു ബല ഷഹീദ്ന, അതേ പടച്ചോനെ, ഞങ്ങളതിന് സാക്ഷികളാണ്. ഓർമ്മയുണ്ടോ ആ കരാറ്? ഓർമ്മയുണ്ടാവണം, മറന്നു പോകരുത്. പ്രകൃതിപരമായിട്ട് നമ്മിൽ ഊട്ടപ്പെട്ട ഒരു കരാറാണത്. പ്രതീകാത്മകം എന്ന് ചിലർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ വിചാരിക്കണോ? കുൻ ഫയക്കൂൻ അല്ലേ പടച്ചവൻ? ഉണ്ടാവട്ടെ എന്ന് അവൻ തീരുമാനിച്ചാൽ എന്തും സംഭവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അതിനാൽ ഖിയാമത്തിന്റെ ആ ഒടുവ് നാളില് പെറ്റുവീഴാനിരിക്കുന്ന കുഞ്ഞിന്റെ ആത്മാവിനെ പോലും ഉപരിലോകത്ത് ആലമുൽ അർവാഹില് അവൻ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ടുണ്ടാകും. സംശയിക്കാനൊന്നുമില്ല. എന്നാൽ ഒരു സംശയം ഉണ്ടല്ലേ, ഞാൻ ഓർക്കുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. യഥാർത്ഥത്തില് നമ്മുടെയൊക്കെ അകത്ത് പടച്ച തമ്പുരാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതാ സോഫ്റ്റ്വെയർ? നമ്മൾ അതിന് മനസാക്ഷി എന്നാണ് പറയാം, അല്ലേ? അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ലേ? ഖുർആൻ അതേ ശൈലിയിൽ പറയുന്നുണ്ട്, ഫഅൽഹമഹാ, അവൻ ഇൻസ്റ്റാൾ ചെയ്തു എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഡിക്ഷണറികൾ നോക്കാം ഇന്നത്തെ ഭാഷയിൽ. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഓരോ മനുഷ്യന്റെയും നഫ്സിന്റെ അകത്ത് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട് പടച്ച തമ്പുരാൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് നമ്മളിപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനസാക്ഷി എന്നത് പടച്ചവനുമായുള്ള ഒരു കരാറാണ്. ഒരു നല്ല കാര്യം കാണുമ്പോൾ അതിൽ സന്തോഷം തോന്നാറില്ലേ? ഒരു ദുഷിച്ച കാര്യം കാണുമ്പോൾ, ചെയ്യുമ്പോൾ കുറ്റബോധവും അസ്വസ്ഥതയും ഉണ്ടാകാറില്ലേ? അത് സത്യവിശ്വാസിയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരിലും ഉള്ള വികാരമാണ്. അതെങ്ങനെ ഉണ്ടായി? അത് ഈ കരാറുമായി ബന്ധപ്പെട്ടാണ്. പടച്ച തമ്പുരാൻ ഇൻസ്റ്റാൾ ചെയ്ത, അന്ന് നമ്മളോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടാണ് ഈ മനസാക്ഷിയെ അവൻ നമ്മിൽ നിക്ഷേപിച്ചത്. അതിൽ നിന്നാണ് ആ കരാറ് രൂപപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രകൃതി വിശുദ്ധി, ഫിത്രത്തല്ലാഹ് എന്ന് പറയുന്ന പ്രകൃതി വിശുദ്ധി അകത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കരാറും എല്ലാ പ്രതിജ്ഞകളും പാലിക്കപ്പെടേണ്ടതാണ് എന്ന ഉൾവിളി അകത്തുണ്ടാവും. അല്ലെങ്കിലോ
അല്ലെങ്കിൽ നാവ് നീളമുള്ള ഒരു വക്കീലിനെ വെച്ച് കോടതിയിൽ വാദിച്ച് അയാൾക്ക് പണം കൊടുത്ത് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നമ്മുടെ മനസ്സ് നമുക്ക് പറഞ്ഞു തരും, അല്ലേ? അങ്ങനെയാണ് കരാറുകൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന ആപ്തവാക്യം ഉണ്ടായത്. അങ്ങനെയാണ് വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും സംസ്കാരത്തിലും ദിനചര്യയിലും വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലൊക്കെയും ഈ അടിസ്ഥാന കോൺട്രാക്ട് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അപ്പോഴാണ് നമ്മൾ മുഅ്മിൻ ആകുന്നത്. മുഅ്മിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിശ്വാസി എന്നാണ്, അല്ലെ? നമ്മൾ കരുതുക 5, 6, 11 ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും അത് കാണാതെ പഠിച്ചാൽ മുഅ്മിനായി എന്നാണ്. അതാണോ വിശ്വാസം? അല്ല. പരസ്പരം സഹജീവികൾക്കിടയിൽ വിശ്വാസമുണ്ടാവലാണ് സത്യവിശ്വാസത്തിന്റെ അടിത്തറ. അതിനെ അള്ളാഹു അവനുമായുള്ള വിശ്വാസവുമായിട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളൂല, നിസ്കാരമൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടെന്താ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ഈമാനിന് എന്തർത്ഥമാണ്? നമുക്കും മറ്റു മനുഷ്യർക്കും ഇടയിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുക? 5 നേരം പടച്ചവനുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിലാണ്. ജനുവരി 1 ആവേണ്ടതില്ല അതിന്. 5 നേരവും വജ്ജഹത്ത് ചൊല്ലുന്നില്ലേ? 5 നേരവും സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുന്നില്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അറിയാതെ ഉരുവിട്ടു പോകുന്നില്ലേ? എല്ലാം കോൺട്രാക്റ്റ് അല്ലേ? ഓരോ ബാങ്കിലും ഇഖാമത്തിലും അഷ്ഹദു അഷ്ഹദു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഏറ്റു പറയുമ്പോൾ അതൊക്കെയും ഓരോ പ്രതിജ്ഞയാണല്ലോ. പക്ഷെ എന്നിട്ടും എന്താണ്? നേരത്തെ പറഞ്ഞ ആ പാലത്തിന്റെ അടുക്കലുള്ള പൂട്ടുകൾ പോലെ ആരൊക്കെയോ അവിടെ വന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്നത്. കരാറുകൾ പാലിക്കപ്പെടാതെ പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന അവസ്ഥ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിക്കാഹ് ഒരു കോൺട്രാക്റ്റാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് കല്യാണ കത്തുണ്ടാവും, അല്ലേ? ആ കോൺട്രാക്റ്റിനെ കുറിച്ച്. പക്ഷെ അതില് ഒരു സമയം എഴുതിയിട്ടുണ്ട്, നിക്കാഹ് 11:30. അത് വലിയ ഒരു കോൺട്രാക്റ്റാണ്, ഒരു പ്രതിജ്ഞയാണ്. നിങ്ങൾ വിളിച്ചു ചേർത്ത 1000 അതിഥികൾ, ആ അതിഥികൾ സമയത്തിന് മുമ്പേ ആ മഹത്തായ സുഹൃതത്തിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ആ ഹാളിൽ വീട്ടുമുറ്റത്ത് വന്ന് കാത്തിരിക്കല്ലേ. എന്നിട്ട് പൊതിയാപ്പുള കുപ്പായിട്ട് പുറത്തിറങ്ങാൻ എത്ര സമയമാണ്? 1 മണിക്കൂർ. അതിഥികൾ കുത്തിയിരിക്കാണ്. ഒരാളും കൂടി ഇങ്ങ് വന്നോട്ടെ, മൂപ്പര് സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ പിന്നെ പിണങ്ങിപ്പോയാലോ. 1000 പേരുടെ ഓരോ മണിക്കൂറാണ് ഇവിടെ വേസ്റ്റ് ആകുന്നത്. ടൈം മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ 1 മണിക്കൂറല്ല, 1000 മണിക്കൂറാണ് അവിടെ വേസ്റ്റ് ആകുന്നത്, അല്ലേ? ഗുരുതരമായ കരാർ ലംഘനമല്ലേ അത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത്? അതുകൊണ്ടാണ് പ്രതിജ്ഞകൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്നത് ഒരു നാട്ടുനടപ്പായിട്ട് മാറിപ്പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഔഫൂ ബിൽ ഉഖൂദ്, ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ പ്രതിജ്ഞകളും പൂർണ്ണതയോടുകൂടി പാലിച്ച് അനുഷ്ഠിക്കുവിൻ. പടച്ചതമ്പുരാൻ അങ്ങനെ പടച്ചവനോടും പടപ്പുകളോടും പ്രകൃതിയോടും എല്ലാമുള്ള കരാറുകൾ, പ്രതിജ്ഞകൾ കൃത്യമായി പാലിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.